കണ്ണൂരിൽ ഒരാൾ മറ്റൊരാളെ വെടിവെച്ചാണ് കൊന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കേട്ടത് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് 6 പേർ ചേർന്ന് ഒരാളെ കൊന്നുകളഞ്ഞു എന്നാണ്. വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നു. ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. ആദ്യം കേരളത്തിലെ വാർത്താമാധ്യമങ്ങളിൽ ക്രൈം വാർത്തകൾക്കായി അരമണിക്കൂർ മാത്രം മാറ്റിവെക്കുമായിരുന്നു ചാനലുകൾ. എന്നാൽ ഇന്ന് എല്ലാ വാർത്താ ബുള്ളറ്റിനുകളിലും ഭൂരിഭാഗവും അക്രമവും, പ്രതികളും, ക്രിമിനൽ രീതിയും, മദ്യവും, മയക്കുമരുന്നും, ലഹരി കൊണ്ടുള്ള അസ്വസ്ഥതകളും അറസ്റ്റും ഒക്കെയാണ്. ഒരു കൊലപാതകം എന്നതിനപ്പുറം അതിൻ്റെ കാരണങ്ങൾ നിസ്സാരവും കൊലപ്പെടുത്തുന്ന രീതി വ്യത്യസ്തവുമാണ് എന്നതും, കൊലപ്പെടുത്തുക എന്നതൊക്കെ ഒരു വിഷയമേ അല്ലാതായി മാറിയിരിക്കുന്നു എന്നതുമാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യഗൗരവം. ഒപ്പം കണക്കുകളും. കേരള പോലീസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന പുതിയ ചില കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 2022 334 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. 2023 352 2024 335 കൊലപാതകങ്ങൾ നടന്നു. കൊലപാതകങ്ങളുടെ എണ്ണം കുത്തനെ കൂടുന്നില്ലെങ്കിലും അവയുടെ രീതിയും സ്വഭാവവും ഭീകരതയും ഒക്കെ മാറുന്നത് ആശങ്കയുണ്ടാക്കുകയാണ്. വീടിനകങ്ങളിൽ പോലും എന്ത്, എപ്പോൾ, എങ്ങനെ സംഭവിക്കും എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. കേരളത്തിൽ കൊലപാതകങ്ങൾക്ക് പുതിയ മുഖം വരുന്നതായി പോലീസ് തന്നെ പറയുകയാണ്. ആസൂത്രണമില്ലാതെ, ഉദ്ദേശമില്ലാതെ വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും കുടുംബത്തിനുള്ളിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ വർഷം ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം 65 കൊലപാതക കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നത് നമ്മെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. 70 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നോ, ഇതിൽ പകുതിയോളം കേസുകൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കൊലപാതകമാണ് എന്നതാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ നടന്നത്, 14 എണ്ണം. കൂടത്തായി കൊലപാതക പരമ്പര, നഞ്ചങ്കോട് ദുരന്തം, വെഞ്ഞാറമൂട് കൊലപാതകങ്ങൾ ഇവയൊക്കെ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ കുലുക്കിയ സംഭവങ്ങളാണ്. 14 വർഷത്തിനിടെ 6 പേർക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ കൂടത്തായി കേസ് 2019 സംസ്ഥാനത്തെ ഒന്നടങ്കം ഞെട്ടിച്ചതാണ്. 8 വർഷം മുൻപ് ഒരു മകൻ 4 കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ നന്ദൻകോട് സംഭവം ഇന്നും തിരുവനന്തപുരത്തിൻ്റെ ഓർമ്മകളിൽ മങ്ങാതെ നിൽക്കുന്നതാണ്. ഈ ജനുവരിയിൽ പാലക്കാട് നെന്മാറയിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര എന്നയാൾ അമ്മയെയും അയൽക്കാരനെയും വെട്ടിക്കൊന്നതും നമ്മൾ കണ്ടതാണ്. മാർച്ച് 12 പെരുമ്പാവൂരിൽ 65-കാരനായ ജോണിയെ മകൻ മെൽജോ ചവിട്ടിയാണ് കൊന്നത്. ഫെബ്രുവരി 5 വെള്ളറയിൽ 28-കാരനായ പ്രജിൻ ജോസ് പിതാവിനെ വടിവാളിന് ഇരയാക്കിയാണ് കൊലപ്പെടുത്തിയത്. കുടുംബത്തിനപ്പുറം 17 കേസുകൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്. പൊതുയിടങ്ങളിൽ കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കാനും തടയാനും പോലീസിന് കഴിയും. പക്ഷേ വീടകങ്ങളിലോ അയൽപ്പക്കത്തോ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പലപ്പോഴും പരിമിതരാണ്, നിസ്സഹായരാണ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകളാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. നമ്മളുടെ ഏറ്റവും വലിയ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ വീടകങ്ങളാണ്. അവിടെ മറ്റൊരാൾക്കും പ്രവേശനമില്ല നമ്മളല്ലാതെ. നമ്മുടെ അനുമതിയില്ലാതെ ആർക്കും പോലീസിന് പോലും കയറി വരാനുള്ള സ്വാതന്ത്ര്യവുമില്ല. ആ ഇടങ്ങൾ അസ്വസ്ഥമാകുന്നത് ഒരു പക്ഷേ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കും. എൻ്റെ മകനാണോ, അത് ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് അച്ഛനമ്മമാർ പറയും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഒരു ലഹരി കേസിൽ ഒരമ്മ പറഞ്ഞത്, എൻ്റെ മകനെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടി, ഞങ്ങൾക്ക് ജീവിക്കണം, അവൻ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ അവനിൽ പ്രതീക്ഷ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, പോലീസെ നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് ആ മകനെ അമ്മ പോലീസിനെ കൈമാറിയ സംഭവം നമ്മൾ കണ്ടു. ഇനി ആ മകൻ്റെ ഉള്ളിലുള്ള പ്രതികാരം എന്തായിരിക്കുമെന്നോ, ഇനി ആ മകൻ നല്ല നടപ്പിലേക്ക് തിരികെ വരുമെന്നോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ അമ്മക്കോയി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിച്ച് ഒന്നും പുറത്തു പറയാതെ ദുഃഖം കടിച്ചമർത്തി ജീവിക്കുന്ന വീടകങ്ങൾ ഒരുപാടാണ്. അതിനകത്ത് ഏതെങ്കിലും കാലത്തൊരു വിസ്ഫോടനം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ രൂക്ഷമായി സംഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തടയാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് സാധിക്കില്ല. പകരം അത് തടയണമെങ്കിലും അത് ആ രീതിയിലേക്ക് പോകണമെങ്കിലും കൃത്യമായ ഉത്ബോധനങ്ങളും കൃത്യമായ തിരിച്ചറിവുകളും കൃത്യമായ രീതികളും ഓരോ കുടുംബ ബന്ധങ്ങൾക്കകങ്ങളിൽ നടക്കേണ്ടതായിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസ് മാത്രം പോരാ. റെസിഡൻസ് അസോസിയേഷനുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സാമൂഹിക ക്ഷേമ വകുപ്പുകൾ തുടങ്ങിയവ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. ലഹരിമരുന്ന് കടത്തിനെതിരെ ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കിയ പോലീസ് ഈ വർഷം ആദ്യത്തെ 2 മാസങ്ങളിൽ മാത്രം 6878 കേസുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന
65 കൊലപാതകങ്ങളിൽ 37 ഒരു ആവേശപ്പുറത്ത് നടന്നതാണ് എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒന്നാണ്. മുൻകൂട്ടിയുള്ള ഗൂഢാലോചനയോ മറ്റു തരത്തിലുള്ള പ്ലാനിങ്ങുകളോ ഒന്നുമില്ല ഈ ഒരു സംഭവം. ആ കേസിന്റെ എണ്ണം നമ്മൾ നോക്കണം. 37 ഒരു ആവേശപ്പുറത്ത് ചെയ്തതാണ് എന്ന് വെച്ചാൽ നൈമിഷിക നേര സമയത്ത് എന്താണോ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, എൻ്റെ കയ്യിൽ എന്താണോ ആയുധമുള്ളത്, അവൻ്റെ മർമ്മം നോക്കി കൊടുക്കുന്ന സംഭവം. അത് ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കാം പിന്നീട് അവന് സ്വബോധമുണ്ടാവുക എന്നതാണ്. 10 കേസുകൾ വിവാഹേതര ബന്ധങ്ങളിൽ നിന്നും 11 പഴയ വൈരാഗ്യങ്ങളിൽ നിന്നും ഉടലെടുത്തതാണ്. 4 കേസുകൾ നേരിട്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. പക്ഷേ കുടുംബ കൊലപാതകങ്ങളിൽ മാനസികാരോഗ്യം ഒരു പ്രധാന ഘടകമാണെന്ന് പോലീസ് കൃത്യമായി അടിവരയിടുന്നു. 22 കേസുകൾ മദ്യത്തിന്റെ ലഹരിയിൽ നടന്നവയും 2 മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടവയുമാണ്. അനൗപചാരിക കണക്കുകൾ പറയുന്നത് 12-14 കേസുകളിൽ പ്രതികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നാണ്. ഇത്തരത്തിൽ കേസുകളുടെ രീതികളും അക്രമങ്ങളുടെ രീതികളുമൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് കൃത്യമായി സാമൂഹിക സംഘങ്ങൾക്കും സംഘടനകൾക്കുമൊക്കെ ആലോചനകളും വ്യക്തതകളും പ്ലാനുകളും അവരുടെ കൈകളിൽ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ്. സ്കൂളുകളിൽ നിന്നും തുടങ്ങണം, ക്ലബ്ബുകളിലും സ്ഥാപനങ്ങളിലും എല്ലാം അവബോധങ്ങൾ ഉണ്ടായിരിക്കണം. ആ രീതിയിലല്ലാതെ ഇത്തരം തീരുമാനങ്ങളെ മാറ്റുവാനോ ഇത്തരത്തിലുള്ള പൊടുന്നനെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്ന് സ്വബോധത്തിലേക്ക് അവരെ ഉണർത്തുവാനോ ഒക്കെയുള്ള ബോധമായ പദ്ധതികൾ നടപ്പിലാവുകയുള്ളൂ. അത്തരം പദ്ധതികളിലേക്ക് സമൂഹം അതിവേഗം നടക്കേണ്ടതുമുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.